ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള മെട്രിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സിനെ ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്പേഴ്സിനെ റോയായും കോളമായും റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനെ നമ്പറിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ റോയായും കോളമായും റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് മെട്രിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള മെട്രിക്സ് ആണ് നിലവിലുള്ളതെന്നും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം പലതരത്തിലുള്ള മെട്രിക്സുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സ്. സാധാരണ മെട്രിക്സിനെ പറയുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ 3 റോസും ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, ഇങ്ങനെയുള്ള 3 റോയും അതുപോലെ തന്നെ 3 കോളവുമാണ് ഉള്ളത്. ഇപ്പോൾ 3 റോയും 3 കോളവുമാണുള്ളത്. നമ്പർ ഓഫ് റോസിനെ, എത്ര റോ ഉണ്ടോ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ എത്ര കോളം ഉണ്ടോ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 3 റോയാണ് നിലവിലുള്ളത്. ഈ 3 റോ, സോ എം ഇസ് ഈക്വൽ ടു 3 നോക്കിയാൽ മനസ്സിലാവും 3 കോളമാണ് നിലവിലുള്ളത്. അപ്പോൾ എൻ ആൾസോ ഈക്വൽ ടു 3. സോ ഇതിനെ പറയുന്ന പേര് 3 × 3 മെട്രിക്സ് എന്നാണ്. ആദ്യം പറയേണ്ടത് റോയുടെ നമ്പറാണ്, പിന്നീട് പറയേണ്ടത് കോളത്തിൻ്റെ നമ്പറാണ്. സോ 3 × 3 മെട്രിക്സ് ആയി നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. 3 റോയും 3 കോളവുമാണ് ഇതിനുള്ളത്. ഇനി മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റോ ഇവിടെ ഇല്ല. ഈ റോ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് 2 റോയാണുള്ളത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. ഫസ്റ്റ് റോ 2, 3, 4 എന്നുള്ളത് ഫസ്റ്റ് റോ, 7, 8, 9 എന്നുള്ളത് രണ്ടാമത്തെ റോ. സോ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. സോ n is equal to 3. അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ പറയുന്നത് 2 × 3 മെട്രിക്സ് എന്നാണ്. സോ m × n മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആദ്യം പറയേണ്ടത് റോയുടെ നമ്പറാണ്, പിന്നീട് ഡിനോട്ട് ചെയ്യേണ്ടത് കോളത്തിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെട്രിക്സിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണ ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. സാധാരണ ഒരു മെട്രിക്സിനെ നമ്മൾ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം, അല്ലെങ്കിൽ റോയുടെയും കോളത്തിൻ്റെയും നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഒരു ഉദാഹരണം, ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ 3 റോയാണുള്ളത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. 3 കോളമാണുള്ളത്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. സോ നമ്പർ റോയുടെയും കോളത്തിൻ്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് 3 × 3 മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. റോയും കോളവും ഈക്വൽ ആയിട്ടുള്ള തരത്തിലുള്ള മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് 3 × 3 തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. മറ്റൊന്ന് നോക്കാം, 2, 5, 7, 6 ഈ ഒരു മെട്രിക്സ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 2 റോയാണുള്ളത്, അതുപോലെ തന്നെ 2 കോളവുമാണുള്ളത്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് റോ മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം, റോ മെട്രിക്സിന്റെ ഉദാഹരണം നോക്കാം. ഇവിടെ ഒറ്റ റോ മാത്രമാണുള്ളത്. കോളം എത്ര ഉണ്ട് എന്നുള്ളത് റെലവൻ്റ് അല്ല, ഒറ്റ റോ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇത് റോ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 × 3 ആണ്. ഞാൻ ആദ്യം പറഞ്ഞു റോയെ റെപ്രസെന്റ് ചെയ്യേണ്ടത് റോ ആണ് ആദ്യം റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. അപ്പൊ അതിന്റെ ഉദാഹരണം
ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആകെ ഒറ്റ കോളം മാത്രമാണുള്ളത്. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് റെക്ടാങ്കുലർ മെട്രിക്സ് എന്നാണ്. ദെൻ സ്ക്വയർ മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോയും കോളവും ഈക്വൽ ആയിരിക്കണം. അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ഇപ്പോൾ നമ്മൾ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. എ ഈക്വൽ ടു ഒരു ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഈ മെട്രിക്സ് വായിക്കേണ്ടത് എ ഈക്വൽ ടു മെട്രിക്സ് 2 5 7 1 8 2 3 8 7 എന്നാണ് ഈ മെട്രിക്സിനെ വായിക്കേണ്ടത്. ഇനി നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് പരിചയപ്പെടാം. ലീഡിംഗ് ഡയഗണൽ അല്ലെങ്കിൽ ഡയഗണൽ എലമെന്റ്സ്. എന്താണ് ലീഡിംഗ് ഡയഗണൽ അല്ലെങ്കിൽ ഡയഗണൽ എലമെന്റ്സ്? ഈ മെട്രിക്സിന്റെ ഈ ഭാഗത്ത് വരുന്ന ഈ എലമെന്റ്സിനെയാണ് ലീഡിംഗ് ഡയഗണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് റോയിലെ സെക്കൻഡ് നമ്പർ, തേർഡ് റോയിലെ തേർഡ് നമ്പർ. അപ്പോൾ ഈ സീരീസിലുള്ള ഈ എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡിംഗ് ഡയഗണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ലീഡിംഗ് ഡയഗണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2-3 മെട്രിക്സ് പരിചയപ്പെടാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റ് എല്ലാ എലമെന്റ്സുകളും 0 ആയിരിക്കും. അതാണ് ഡയഗണൽ എലമെന്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റുള്ള എല്ലാ എലമെന്റ്സുകളും 0 ആയിരിക്കും. ഇപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് അല്ല. കാരണം ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 0 അല്ല. സപ്പോസ് നമ്മൾ ഇതിനെ മാറ്റി ഇപ്പോഴിത് ഡയഗണൽ മെട്രിക്സ് ആയി മാറി. കാരണം ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സുകളും ഇപ്പോൾ നിലവിൽ 0 ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. സോ ദോസ് മെട്രിക്സ് ഇൻ വിച്ച് all elements other than diagonal elements are 0 are called diagonal matrix. മറ്റൊരു മെട്രിക്സ് പരിചയപ്പെടാം. സ്കാലാർ മെട്രിക്സ്. സ്കാലാർ മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോസ് മെട്രിക്സ് in which the diagonal elements are equal. ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് സ്കാലാർ മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There is no restriction for the other elements, but the diagonal elements should be equal. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും all the diagonal elements are 2. മറ്റുള്ള എലമെന്റ്സ് എന്തായിക്കോട്ടെ പ്രശ്നമില്ല. There is no restriction for the other elements, but the diagonal elements should be equal. If the diagonal elements are equal, these matrices are called scalar matrix. മറ്റൊരു മെട്രിക്സിനെ പരിചയപ്പെടാം. യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സിന്റെ പ്രത്യേകത യൂണിറ്റ് മെട്രിക്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് എന്നുള്ള ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. പൊതുവെ 2 തരത്തിലുള്ള യൂണിറ്റ് മെട്രിക്സുകളാണുള്ളത്. 2x2യിലും 3x3 മെട്രിക്സിലും 2 തരത്തിലുള്ള യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണുള്ളത്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സിന്റെ പ്രത്യേകത. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ബാക്കിയുള്ള എലമെന്റ്സുകൾ 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കും, മറ്റുള്ള എലമെന്റ്സ് 0 ആയിരിക്കും. സോ in unit matrix all the diagonal elements are 1 and the remaining elements are 0. Then 3x3യിലെ ഡയഗണൽ 3x3യിലെ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1. ഈ മെട്രിക്സിലേക്ക് നോക്കിയാൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 ആണ്. Then all the remaining elements are 0. ഈ മെട്രിക്സ് ആണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ദി ഡയഗണൽ എലമെന്റ്സ് ഷുഡ് ബി 1 ആൻഡ് ദി റിമൈനിങ് എലമെന്റ്സ് ഷുഡ് ബി 0. ദെൻ മറ്റൊരു മെട്രിക്സ് ആണ് നൾ മെട്രിക്സ്. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സുകളും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്.
So all the elements in the matrix becomes 0. This type of matrix is called null matrix. അടുത്തതായി പറയാൻ പോകുന്ന കൺസെപ്റ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. വായിക്കേണ്ടത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഞാൻ ആദ്യം പറഞ്ഞു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യേണ്ടത്. സോ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3 5 6 1 5 7 2 8 0. The transpose of a matrix is denoted by A transpose. എയുടെ മേലെ ടി, സ്മോൾ ലെറ്റർ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ടി ഇടുന്നതാണ് എ ട്രാൻസ്പോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതിലെ റോ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സുകൾ കോളമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് റോ ആയിട്ടും മാറ്റി എഴുതുന്നതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. സോ ദി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. റോയും കോളവും പരസ്പരം മാറ്റി എഴുതിയാൽ കിട്ടുന്നതാണ് ഇതിന്റെ ട്രാൻസ്പോസ്. സോ എങ്ങനെയാണ് എ ട്രാൻസ്പോസ് എഴുതുന്നത് നോക്കാം. സോ എ ഈക്വൽ ടു മെട്രിക്സ് 3 5 6 1 5 7 2 8 0. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു first row becomes the first column. This first row becomes the first column. The second row becomes the second column. And the third row becomes the third column. So it is A transpose. നെക്സ്റ്റ് മെട്രിക്സുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സസ്. ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ഓപ്പറേഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. 1 അഡിഷൻ, 2 സബ്സ്ട്രാക്ഷൻ, 3 മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് മെട്രിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായി അഡിഷൻ ഓഫ് മെട്രിക്സ്. എങ്ങനെയാണ് 2 മെട്രിക്സുകൾ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നത് നോക്കാം. സോ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 5 6 3 8 7. B is equal to matrix 1 6 8 2 9 7. We can express the addition A plus B. When we are adding these 2 matrices, it will be denoted by A plus B. Then A plus B equal to, just add the elements 2 plus 1. This 2 plus this 1, 2 plus 1. Then again 5 plus 6. Then again 6 plus 8. Then 3 plus 2, 8 plus 9, 7 plus 7. You will get A plus B. Then again A plus B is equal to 3, 9, 14, 5, 17, 14. It is the answer for A plus B. Then ഇപ്പൊ നോക്കിയത് 2 മെട്രിക്സുകൾ ആഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് 3 മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ മെട്രിക്സ് എ, സെക്കൻഡ് മെട്രിക്സ് ബി ആൻഡ് തേർഡ് മെട്രിക്സ് സി. 3 മെട്രിക്സുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 മെട്രിക്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത അതുപോലെ തന്നെ 8 പ്ലസ് 6 പ്ലസ് 3. Then 6 plus 7 plus 2. Then 5 plus 8 plus 5. ഇതുപോലെ മറ്റുള്ള എല്ലാ എലമെന്റ്സുകളും ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്താണ് എ പ്ലസ് ബി പ്ലസ് സി കിട്ടുന്നത്. നോക്കാം. Then A plus B plus C, and the final answer will become
ഇറ്റ് ഈസ് ദി ആൻസർ ഫോർ എ പ്ലസ് ബി പ്ലസ് സി. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഇനി സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ്, രണ്ടാമത്തെ ഓപ്പറേഷൻ പറഞ്ഞാണ് സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 8 6 5 3 5 8 1 2 3. ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 6 7 8 3 1 6 8 7 5. then a minus b equal to, just subtract the corresponding elements. 8 minus 6, 6 minus 7, 5 minus 8, 3 minus 3, 5 minus 1, 8 minus 6, 1 minus 8, 2 minus 7, 3 minus 5. And the final result will be 8 minus 6 2, 6 minus 7 minus 1, 5 minus 8 minus 3, 3 minus 3 0, 5 minus 1 4, 8 minus 6 2, 1 minus 8 minus 7, 2 minus 7 minus 5, 3 minus 5 minus 2. And it is the result of A minus B. അടുത്തതായി പറയാൻ പോകുന്ന മൂന്നാമത്തെ ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ രണ്ട് തരത്തിലാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സ്കാലാർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കാലാർ. സ്കാലാർ മീൻസ് എ കോൺസ്റ്റന്റ് എലമെന്റ്. ദെൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് മൾട്ടിപ്ലൈയിങ് ടു മെട്രിക്സസ്. Then suppose A is equal to matrix 2 5 8 7. We have to find out 2A. Find 2A. Find 2A means A എന്ന് പറയുന്ന മെട്രിക്സിനെ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2A കിട്ടുന്നത്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള എലമെന്റ്, അതാണ് സ്കാലാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കോൺസ്റ്റന്റ് നമ്പർ 2 എന്ന് പറയുന്നതാണ് ഇവിടെ കോൺസ്റ്റന്റ് എലമെന്റ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2A കിട്ടുന്നത്. എങ്ങനെയാണ് 2A കണ്ടുപിടിക്കുന്നത് നോക്കാം. 2A is equal to, ഇതിലുള്ള ഓരോ എലമെന്റിനെയും 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2A കിട്ടുന്നത്. സോ 2A is equal to 2 into 2, 2 into 5, 2 into 8, 2 into 7. It will becomes 4, 10, 16, 14. It is 2A. Then എങ്ങനെയാണ് 5A കണ്ടുപിടിക്കുന്നത് നോക്കാം. 5A എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിനെ 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5A കിട്ടുന്നത്. then 5A കണ്ടുപിടിക്കുമ്പോൾ 5A is equal to this, ഈ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 into 2, 5 into 5, 5 into 8, 5 into 7. Then so 5A is equal to 10, 25, 40, 35. ഇനി അടുത്തതായി പറയാവുന്നത്, നേരത്തെ അഡിഷൻ പഠിച്ചു, സബ്സ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കാലർ പഠിച്ചു. ഈ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. സപ്പോസ് A is equal to matrix 5 6 8 1 2 3 and B is equal to matrix 1 8 7 2 6 3. നേരത്തെ പറഞ്ഞ കാര്യം A plus B എന്താണ്, അല്ലെങ്കിൽ A plus B എങ്ങനെയാണ് കാണുക എന്നുള്ളത് പറഞ്ഞു. Then how can we find out 3A plus 2B? So 3A എങ്ങനെയാണ് കാണുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു. A is equal to matrix 5 6 8 1 2 3. Then 3A is equal to matrix 3 into 5, 3 into 6, 3 into 8, 3 into 1, 3 into 2, 3 into 3. The result will be 3A is equal to 15, 18, 24, 3, 6, 9. Then how can we find out 2B? B is equal to matrix 1 8 7 2 6 3. Then 2B is equal to matrix 2 into 1,
2 into 8, 2 into 7, 2 into 2, 2 into 6, 2 into 3. It will becomes 2, 16, 14, 4, 12, 6. So 3a is equal to 15, 18, 24, 3, 6, 9. 2b is equal to 2, 16, 14, 4, 12, 6. Then 3a plus 2b is equal to 15 plus 2, 18 plus 16, 24 plus 14, 3 plus 4, 6 plus 12, and 9 plus 6. So the final result for 3a plus 2b is equal to 17, 34, 38, 7, 18 and 15. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് പറഞ്ഞത്. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞു? നമ്പേഴ്സിനെ റോയായി കോളമായും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. മെട്രിക്സ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെട്രിക്സിനെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഒന്നുകൂടി പറയാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3, 8, 7, 6, 5, 4. എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം പറയേണ്ടത് റോയുടെ നമ്പറാണ്, പിന്നെ പറയേണ്ടത് കോളത്തിന്റെ നമ്പറാണ്. ഇതിൽ 2 റോയും 3 കോളവുമാണ് വരുന്നത്. സോ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 2 into 3 മെട്രിക്സ് എന്നാണ്. then അടുത്തത് പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. റെക്ടാങ്കുലർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, അങ്ങനെ പലതരത്തിലുള്ള മെട്രിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ